സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. പശ്ചിമേഷ്യയിലെ ഇസ്രായേലിൻ്റെ പോരാട്ടത്തിലൂടെ തകർന്നടിയുന്നത് ഇസ്ലാമിക രാഷ്ട്രവാദമാണ്. ഇറാനും സഖ്യകക്ഷികളും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് തകർന്നടിയുന്ന നിലയിലേക്ക് മാറുകയാണ്. ഇറാനാണ് ഹിസ്ബുള്ളയെയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ നേരെ പൊരുതാൻ ശ്രമിച്ചത്. പക്ഷേ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ തലവന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹൂത്തികളെയും ഒപ്പം അമർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ഈ ഭീകരവാദത്തിനുള്ള ഒരു വലിയ തിരിച്ചടി കൂടിയാണ് പശ്ചിമേഷ്യയിൽ കിട്ടിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇസ്രായേൽ ത്രിമുഖ ആക്രമണമാണ് ആദ്യം തുടങ്ങിയത്. അതായത് പാലസ്തീനിലാണല്ലോ ഹമാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പാലസ്തീനിലെ ഹമാസിനെ പ്രതിരോധിക്കുക. അപ്പോൾ തൊട്ടപ്പുറത്ത് ലെബനനുണ്ട്. ലെബനിലെ ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുക. അതുപോലെ യമനിലാണല്ലോ ഹൂതികളുടെ ആസ്ഥാനം. ഈ മൂന്ന് ശക്തികളെ പ്രതിരോധിക്കേണ്ട ഒരു ദൗത്യമാണ് ഇസ്രായേൽ ഏറ്റെടുത്തത്. ഇവർക്കെല്ലാം സമ്പത്ത് നൽകുന്നത് ഇറാനായിരുന്നു. ഇറാന് ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു ഇറാൻ. അമേരിക്ക കഴിഞ്ഞ തൊട്ടടുത്ത സ്ഥാനത്ത് ഇറാനായിരുന്നു. അവിടുന്ന് ഈ ഇറാനിൻ്റെ ഈ വളർച്ച കണ്ട പാശ്ചാത്യ ശക്തികൾ, അമേരിക്ക മാത്രമല്ല, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ ഇറാനെ വിട്ടാൽ ഏഷ്യയിൽ നിന്ന് ഒരു ശക്തമായ സമ്പന്നമായ ഒരു രാജ്യം ഉയർന്നു വരും. യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഒക്കെ തീരമാണ് ഇറാനും ഇറാഖൊക്കെ. അത് വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്, എണ്ണയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണ്, നല്ല സൗന്ദര്യവും ആരോഗ്യമുള്ള ആളുകളാണ്. അവർ വളർന്നു വന്നാൽ പാശ്ചാത്യ ശക്തികൾക്കൊരു ഭീഷണിയാകും എന്ന് കണ്ടാണ് അവർ ഈ ആയത്തുള്ള ഖൊമൈനിയെ കൊണ്ടുവരുന്നത്. ആയത്തുള്ള ഖൊമൈനി അവിടുന്ന് ഷാ പറഞ്ഞു വിട്ട ആളാണ്, നാടുകടത്തിയ ആളാണ്. ഇവർ ഷായ്ക്കെതിരെ വ്യാപകമായ പ്രചരണം തുടങ്ങി. അതായത് ഷാ ചെയ്യുന്നതെല്ലാം തെറ്റ്, ഷായ്ക്കെതിരെ ഇറാൻ്റെ പല ഭാഗത്തും പിന്നെ ആളുകൾ സംഘടിക്കുന്നു, സംഘർഷമാണ്, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് പിന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മാധ്യമം എന്ന് പറയുന്നത് BBC ആണ്. BBC പേർഷ്യൻ ഭാഷയിൽ, ഇറാനിയൻ ഭാഷയിൽ തന്നെ ഒരു ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 15 മിനിറ്റ് ഇടവിട്ട് വാർത്തകളാണ്. ഇതെല്ലാം കൂടെ വന്ന് ഇറാനിലെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ഷായുടെ ശത്രുക്കളെ കൂടെ ഉപയോഗിച്ച് അവർക്ക് കഴിയുന്നു. അങ്ങനെയാണ് അവസാനം ഇറാനിൽ നിന്ന് ഷായ്ക്ക് പോകേണ്ടി വന്നതും ഈ ഖൊമൈനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഖൊമൈനി വന്നപ്പം അദ്ദേഹം മതത്തിൻ്റെ ആളാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വർഗരാജ്യമായിട്ട് വരും ഇറാൻ എന്നാണ് ഇറാനിലെ ആളുകൾ ധരിച്ചു വെച്ചത്. ഖൊമൈനി വന്നപ്പോൾ ഖൊമൈനി വളരെ യാഥാസ്ഥിതികനായ ഒരു മതപണ്ഡിതനായിരുന്നു. അദ്ദേഹം വന്ന് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ പുരുഷന്മാരെങ്ങനെ വേണം, പിന്നെ സ്ത്രീകളെങ്ങനെ വേണം, പെൺകുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റില്ല, ഇങ്ങനെ തനി വരട്ട് തത്വവാദം വെറും പ്രാകൃതമായൊരു കാലഘട്ടത്തിലേക്ക് ഇറാനെ കൊണ്ടുപോയി. ഇറാന് അവിടുത്തെ ആളുകൾക്കത് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം റിപ്പബ്ലിക്കൻ ആർമി ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്വകാര്യ സൈന്യമുണ്ട്. ഇവരെ അടിച്ചമർത്തും. നോബൽ സമ്മാനം കിട്ടിയ ഒരാൾക്ക് പോലും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചാണ് ഇറാനിൽ. അങ്ങനെ പ്രാകൃതനായ ഒരു മതപണ്ഡിതൻ്റെ ഈ പിന്നെ നിഷ്ഠൂരമായ ഭരണത്തിൻ്റെ കീഴിലാണ് ഇറാൻ കടന്നിരുന്നത്. പക്ഷേ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലായിരുന്നു, ആർക്കൊന്നും ചെയ്യാനും പറ്റില്ലായിരുന്നു. കാരണം ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇറാൻ വളരെ സമ്പന്നവും ശക്തവുമാണ്. അവസാനം വന്ന് ഇവർ ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടാക്കാൻ ഹൂതികളെയും അതുപോലെ തന്നെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവസാനം ഇവരുടെ ഫണ്ടിൻ്റെ സോഴ്സ് ഇറാനാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടപ്പോൾ അവർ നേരെ ഇറാനെ തന്നെ അങ്ങ് ആക്രമിച്ചു. ഇറാൻ്റെ ആണവ നിലയം അവർ തകർത്തു. സ്ട്രാറ്റജിക്കലായിട്ട് അവരുടെ പ്രധാനപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളും ഇസ്രായേൽ തകർക്കുക ചെയ്തത്. അതോടുകൂടി ഇറാൻ്റെ നട്ടൽ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ, പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ സംഘർഷം നടക്കുകയാണ്. സമ്പന്നമായ ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്. സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ UAE, പിന്നെ ബഹ്റൈൻ, കുവൈറ്റ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളില്ലേ. ഇല്ല എണ്ണയുടെ ഒരു പിന്നെ. പക്ഷെ അവർക്കാർക്കും യുദ്ധം ചെയ്ത് അവരുടെ ധനം നശിപ്പിക്കണമെന്നോ സമയം ദുർവിനിയോഗം ചെയ്യണമെന്നോ താല്പര്യമില്ലെന്നുള്ളതാണ്. ഇല്ല, അവർക്ക് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യമാണ്.
പിന്നെ മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിലും ശരി, UAE ഭരണാധികാരി ആണെങ്കിലും ശരി, അവിടുത്തെ ജനങ്ങൾ സുഖമായി പിന്നെ സൗകര്യത്തോടു കൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രാകൃതൻ കൊമേനിക്ക് അങ്ങനെ വല്ലതും വന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, ഒരു വെള്ളിയാഴ്ചത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഈ ഗൾഫ് രാഷ്ട്രങ്ങളോടും ഒക്കെ പറയുകയുണ്ടായി, ഇസ്ലാമിക രാഷ്ട്രമെല്ലാം ഒന്നിച്ചു നിൽക്കണം, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനെന്ന് പറഞ്ഞത്. ഇസ്രായേൽ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് നിന്നല്ലേ 48 തൊട്ട് ഈ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ. അവരതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇസ്രായേലിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അസാധാരണമായ ഇച്ഛാശക്തിയുള്ളൊരു ജനതയാണ് ഇസ്രായേൽ താമസിക്കുന്നത്. ടെക്നോളജിയിലൊക്കെ വളരെ വളരെ മുന്നിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ജ്വല്ലായിരുന്നു. അപ്പം പിന്നെ എന്നിട്ട് കാൾ മാർക്സ് ജ്വല്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാരിൽ നിന്ന് വന്ന ഒരു നിര ശാസ്ത്രജ്ഞന്മാർ, അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു കരസ്പർശമേറ്റ ഒരു വിഭാഗം ആളുകളാണ്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്മാരും ധൈര്യശാലികളും സാഹസികന്മാരും ഒക്കെ ഉള്ള ഒരു ജനതയാണ് ഈ മരുഭൂമിയെ സ്വർഗമാക്കിയ ആളുകളാണ് ജ്യൂസ്. അപ്പോൾ ആ ജ്യൂസിനെ തകർക്കുക. എന്തിനാണ് ജ്യൂസിനെ തകർക്കുന്നത്? ഇറാന് ജ്യൂസിനെ തകർത്ത് എന്ത് നേടാനാണ്? ഇസ്രായേൽ ആരെയും ആക്രമിക്കാൻ പോയിട്ടുണ്ടോ? ഇസ്രായേൽ ആരുടെയെങ്കിലും അവകാശത്തിൽ കൈവച്ചിട്ടുണ്ടോ? അവർ പിടിച്ച വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും ഒക്കെ അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലും അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ മനസ്സമാധാനത്തോടെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഇറാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഈ വിവരദോഷികളെ ഹൂതിയെന്നും ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്ന കുറേ മണ്ടന്മാരെ പറഞ്ഞ് വിട്ട് ഇസ്രായേലിൻ്റെ ഇത് തൊഴിവാങ്ങിച്ചില്ലേ? തീർന്നില്ലേ? പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പകുതി അധികം പിന്നെ ഇസ്രായേലിൻ്റെ കയ്യിലായി. സിറിയ തകർന്ന് തരിപ്പണമായി. യമനിലേക്ക് അടുത്ത് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മതമൗലികവാദവും ഇത്തരം വരട്ട് തത്വവാദവും ലോകത്ത് അസമാധാനമേ ഉണ്ടാക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പശ്ചിമേഷ്യ. അല്ല, ഇസ്രായേൽ ഒരു രാജ്യത്തെ ആക്രമിച്ചതായിട്ടും ചരിത്രത്തിലില്ല. 48 തൊട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്രായേൽ ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. അവരെ ആക്രമിക്കാൻ ചെന്ന് വില കൊടുക്കേണ്ടി വന്ന രാജ്യങ്ങളാണ് ഈ അറബ് രാജ്യങ്ങൾ. ബുദ്ധിയുള്ള ഈജിപ്റ്റ് പറഞ്ഞു, ഞങ്ങൾ നിർത്തി, ഇനി ഞങ്ങൾ ഈ വഴക്കിനില്ല. ജോർദാൻ രാജാവ് പറഞ്ഞു, ഹുസൈൻ രാജാവ് ജോർദാനിൽ, ഞങ്ങൾക്കും വലിയ പ്രശ്നമില്ല, നമുക്കെല്ലാം സമാധാനമായിട്ട് പോകും. പ്രധാനപ്പെട്ടതും തലയിൽ ആളുതാമസമുള്ളതും വിവരമുള്ള എല്ലാ ഭരണാധികാരികളും അങ്ങനെ പറഞ്ഞു. ഇപ്പം തന്നെ സൗദി അറേബ്യ അവർ കൃത്യമായി ഇസ്രായേലുമായിട്ട് നയതന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞു. UAE അവർ ഇസ്രായേലുമായിട്ട് നയതന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങളുടെ പുരോഗതിയാണ് അവരാഗ്രഹിക്കുന്നത്. ഈ മതപണ്ഡിതന് ആ രാജ്യവും നശിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ നശിപ്പിച്ച് പശ്ചിമേഷ്യയിൽ അസമാധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ശരി, ഇപ്പോഴേ നമ്മൾ കൃത്യമായി ഇവരുടെ മറുപടി, ഇസ്രായേലിന് മറുപടി എത്തിക്കഴിഞ്ഞതോടുകൂടി ഇറാൻ്റെ എടുത്തുചാട്ടം തീർന്നു. അവിടെ ഒന്നും ആണവായുധമില്ലൊരു ബന്ധവുമില്ല. തന്നെയല്ല, ആയതുള്ള ഖുമൈനി തന്നെ എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് മൊസാദാണെന്ന് പറഞ്ഞതോടുകൂടി ആ സംഭവം. എനിക്കൊന്ന് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഉടനെ സത്യപ്രതിജ്ഞയാണല്ലോ, പിന്നെ ഇസ്രായേലിന് ഒന്നും കൂടെ ആക്കം കൂടും. അല്ല, ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഇസ്രായേലിന് വലിയൊരു ബൂസ്റ്റായിരിക്കും കിട്ടുന്നത്. കാരണം ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇസ്രായേലിനോടൊപ്പമാണ്. ഈ ഭീകരവാദത്തെയും മതമൗലികവാദത്തെയും എന്ത് വില കൊടുത്ത് എതിർക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. ആ പ്രഖ്യാപിത നിലപാടിനാണല്ലോ അമേരിക്കക്കാരെ കൊടുത്ത അംഗീകാരം. അതെ, അതിനാണ് അമേരിക്കർ അംഗീകരിച്ചതും വലിയ ഭൂരിപക്ഷത്തിൽ ട്രംപ് ജയിച്ചതും. ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ബൈഡൻ വലിയ പരാജയവുമായിരുന്നു. ബൈഡൻ എല്ലാ രംഗത്തും പരാജയമായിരുന്നു. ബൈഡൻ ഏത് രംഗത്താണ് വിജയിച്ചത്? ബൈഡൻ എല്ലാ രംഗത്തും പരാജയമായിരുന്നു. ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്രയും ശക്തി പ്രാപിച്ചത്. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം സൗദിയെ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷത്തിനകം ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് സൗദി അറേബ്യ മാറും. UAE പുരോഗതി എന്താണ്? നമ്മൾ ദുബായിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ പുരോഗതിയാണ് അവർ നേടുന്നത്. അതേസമയം ഈ പശ്ചിമേഷ്യയിലെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്. അവർ പടുത്തുയർത്തിയ വലിയ സൗധങ്ങൾ താഴെ വീഴുന്നു, കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്തം ഇവർക്ക് ഫൈനാൻസ് ചെയ്ത ഇറാനാണ്. അതിൻ്റെ വിലയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു പാഠമുണ്ട് ഇവിടെ. ഇറാന് അനുകൂലമായി, ഇവിടെ ഹമാസിന് അനുകൂലമായിട്ട് കേരളത്തിലല്ലേ പ്രകടനം നടന്നത്? ഹമാസിൻ്റെ ഒരു ഭീകരവാദി വന്ന് കേരളത്തിലെ ജനങ്ങളോടാണ് അഭിമുഖം സംസാരിച്ചത്. അപ്പോൾ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ മണ്ടന്മാർ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. യുദ്ധം നടക്കുന്ന പശ്ചിമേഷ്യയിലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഇവിടെ 2 മാർഗമാണ് ഇസ്ലാം വിശ്വാസികളുടെ മുന്നിൽ ഉള്ളത്. ഒന്ന്, ആയത്തുള്ള ഖുമൈനിയുടെ മാർഗം സ്വീകരിച്ച്
സർവനാശത്തിലേക്ക് പോകാം. ഇവിടുത്തെ ഹമാസിൻ്റെ അടക്കമുള്ള ആരാധകരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കൊന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഈ ആയത്തുള്ള നമ്മുടെ അലി ഖൊമൈനിയുടെ മാർഗം സ്വീകരിച്ച് അവർക്ക് പിന്നെ സർവനാശത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ്റെ മാർഗം സ്വീകരിച്ച് അവർക്ക് പുരോഗതിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാം. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ ജനതയുമായി അവിടുത്തെ സംസ്കാരവുമായി ഇണങ്ങി ജീവിക്കാനും സാഹോദര്യത്തോടെ പെരുമാറാനും കഴിയുക എന്നുള്ളത് നമ്മുടെ മാനസികമായി വരേണ്ട ഒരു മാറ്റമാണ്. അതൊരു മാറ്റമാണ് ഹമാസിൻ്റെ ഇവിടുത്തെ സ്പോൺസർമാരെയും ഹമാസിൻ്റെ ഇവിടുത്തെ ആരാധകരും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, തീവ്രവാദം എന്ന് പറയുന്ന ഒരാശയം ലോകത്തെല്ലായിടത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സർവനാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ലോകത്തെ ഏത് ഭാഗത്തുള്ള ജനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.